വഞ്ചൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച് പാർട്ടി വിട്ട വിനോദ് എന്ന മറ്റ് 10 പേരോടൊപ്പം കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വം എടുത്തിരിക്കുകയാണ്. ചേട്ടാ, സ്വന്തം അനുജന്റെ രക്തസാക്ഷിത്വം, അതുമായി പാർട്ടി ശേഖരിച്ച ഫണ്ട്, അതിൽ തട്ടിപ്പ് നടത്തുന്നു എന്നുള്ള ഒരു ആരോപണമാണ് അങ്ങ് ആദ്യം ഉന്നയിച്ചത്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കമുണ്ടായത്? ലെഫ്റ്റിസ്റ്റ് എന്ന് പറയുന്ന ആശയം, ഇടത് ആശയത്തോടൊപ്പം നിൽക്കുന്ന ഇന്നിപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതിപ്പോൾ ഇവിടെ ഒരു ഔദ്യോഗികമായ നിലപാട് അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നേ ഉള്ളൂ. ഇതല്ല, വലിയൊരു വിഭാഗം ആൾക്കാർ പാർട്ടിയിൽ നിന്നും മാറി കോൺഗ്രസിലേക്ക് വരികയാണ്. കാരണം ഒരിക്കലും നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ പറ്റുന്ന നിലപാടുകളല്ല എൻ്റെ പഴയ പാർട്ടി എടുക്കുന്നത്, കുറച്ച് ഏറെക്കാലം കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ബാലസംഘം തൊട്ട് വരുമ്പോഴേ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ ആശയങ്ങളെയും അതിനൊക്കെ വിരുദ്ധമായിട്ടുള്ള രീതിയിൽ നിലപാടുകളെടുത്ത് പാർട്ടി അവരുടെ സ്വന്തം ആൾക്കാർക്ക് മാത്രം ഈ എല്ലാ അഴിമതിയും കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന തരത്തിലേക്ക് പോകുന്നത് കൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് മാറി ഒരു ചിന്ത. അങ്ങനെയാണ് ഈ കോൺഗ്രസിലേക്ക് എത്തപ്പെടാൻ കാരണം. ഇന്നിപ്പോൾ ലെഫ്റ്റിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണെന്ന് തോന്നിയതുകൊണ്ടാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പാർട്ടി കോട്ട തന്നെയാണ് വഞ്ചൂർ എന്ന് പറയുന്നത്, വഞ്ചൂർ ഏരിയ കമ്മിറ്റി. അപ്പോൾ അവിടെ നിന്ന് ഇനി എത്ര പേര് കോൺഗ്രസിലോട്ട് ചേരുമെന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, നേരത്തെ മെമ്പർഷിപ്പ് സ്വീകരിച്ച സമയത്ത് ഒരു വലിയ പരിപാടി തന്നെ, രാഷ്ട്രീയ വിശദീകരണ യോഗം തന്നെ, അതും VD-യുടെ സാന്നിധ്യത്തിൽ വഞ്ചൂരിൽ നടത്തുമെന്ന് പറയും. എങ്ങനെയാണ് അതിന്റെ വിശദാംശങ്ങൾ? അല്ല, അതാ പറഞ്ഞത്, തുറന്നു പറച്ചിൽ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതിപ്പോൾ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ അത് കഴിയുമ്പോഴത്തേക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരിലെല്ലാം മാറ്റം ഉണ്ടാകും. അതുപോലെ തിരുവനന്തപുരം ഭാഗത്ത് വളരെ വലിയ മുന്നേറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത് കോൺഗ്രസ് പാർട്ടിക്ക്. ഈ പാർട്ടിയിൽ നിന്നും CPM എന്ന് പറയുന്ന എൻ്റെ പഴയ പാർട്ടിയിൽ നിന്നും വളരെയേറെ ആൾക്കാർ ഇതിലേക്ക് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കക്കാരനാവാൻ കഴിഞ്ഞതിലേറെ അഭിമാനമുണ്ട്. ജിനോനൊപ്പം ജിബിൻ JB, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.